യെസ്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, നിങ്ങൾ അവിടെ ഇരിക്ക്, പ്ലീസ് പ്ലീസ്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. യെസ്, നിങ്ങൾ അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. യെസ് യെസ്, പറയാം. മുഖം മറക്കല്ല അൽദോസ്, മുഖം മറക്കല്ല, ശരിയല്ല. യെസ് യെസ്. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ചരിത്രത്തിൽ 1 മുതൽ 15 വരെ എടുത്താൽ അതിൽ 15ാമത്, പ്ലീസ് ഒരു കാര്യം പറഞ്ഞ കേൾക്കണം. 1 മുതൽ 15 വരെയുള്ള കേരള നിയമസഭയിൽ 17 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത സഭയാണിത്. ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറുമാണ്. ഇത് ഒരു തരത്തിലും ഒരു നോട്ടീസ് പോലും നൽകാതെ ഇങ്ങനെ ഫ്ലോർ റെക്കസാക്കുന്ന രീതി ശരിയല്ല. എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിയായ രീതിയല്ല. യെസ് 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 യെസ്, പ്ലീസ് 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 LOP, പ്ലീസ് LOP, അവരെ അങ്ങോട്ടേക്ക് പ്ലീസ് LOP, പ്ലീസ്. ഒരു നോട്ടീസ് പോലും നൽകാതെ ഫ്ലോർ റെക്കസാക്കുന്ന രീതി ശരിയല്ല. അതേ പറയുന്നുള്ളൂ. ഇങ്ങനെ ഇതൊരു ഉദാത്തമായ മാതൃകയല്ല. ഇത് പാർലമെന്ററി ഡെമോക്രസിയിൽ പഠിപ്പിക്കേണ്ട മാതൃകയോ അനുകരിക്കേണ്ട മാതൃകയല്ല. അതേ പറയുന്നുള്ളൂ. 17 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത സഭയാണ്. യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. യെസ് യെസ് യെസ്, മുഖ്യമന്ത്രി ഓഫ് ദ സ്റ്റേറ്റ്. LOP, പ്ലീസ് LOP, ഒന്ന് ഇവരങ്ങോട്ട്. യെസ് 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 യെസ്. കേൾക്ക് 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 കേൾക്ക്, മുഖ്യമന്ത്രി എന്തോ പറയാണ്, കേൾക്ക്. യെസ്, കേൾക്ക്. CM സംസാരിക്കുന്നത് കേൾക്ക്. സർ, പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി തിങ്കളാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. ബഹുമാനപ്പെട്ട CM, തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട CM, ചൊവ്വാഴ്ച ഒന്ന് മാറ്റി ക്ലാരിഫൈ ചെയ്യണം. ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. യെസ് യെസ്. അടിയന്തര നന്ദി പ്രമേയത്തിലുമുള്ള ചർച്ച ഇനി ചൊവ്വാഴ്ച തുടരുന്നതാണ്. ഓർഡർ സഭ 2026 ഇന്ന് സഭ ഇപ്പോൾ പിരിയുന്നതും 2026 ജനുവരി 27 വീണ്ടും ചേരുന്നതുമാണ്.